അതാവശ്യമാണ്. ആ വഴി സുന്നത്ത് ജമാഅത്തിന്റെ വഴിയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നിങ്ങൾ സത്യവാന്മാരായ മഹാന്മാരുടെ കൂടെയാവുക. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴി. ആ വഴി പിന്തുടർന്ന് ജീവിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഞങ്ങളുടെ സന്താന പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെയും ഞങ്ങളുടെ ശിഷ്യ പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെയും നീ തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങളുടെ മജ്‌ലിസിൽ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിൽ ദുആക്ക് തരമുള്ള നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണം റഹ്മാനേ. സഹോദരന്മാരെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹുവേ, ഭക്തിയില്ലാത്ത മനസ്സിൽ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹുവേ, എത്ര കിട്ടിയാലും മതിയാകാത്ത ദുനിയാവിന്റെ അലച്ച ആ ദുനിയാവിന്റെ ആസയിൽ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹുവേ, സാധുക്കളായുള്ള മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. നിങ്ങൾക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നീ ചൊരിയണം റഹ്മാനേ. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹുവിനെ നമുക്ക് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അതാ തെറ്റ് ചെയ്യാത്ത നാവുകൊണ്ട് പ്രാർത്ഥിക്കണം, തെറ്റ് ചെയ്യാത്ത നാവുകൊണ്ട് പ്രാർത്ഥിക്കണം. സഹോദരന്മാരെ, തെറ്റ് ചെയ്യാത്ത നാവുകൊണ്ട് പ്രാർത്ഥിക്കണം. ചെറിയ കുട്ടികളെ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ആ കുട്ടികളെ നാവുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല. ചെറിയ കുട്ടികൾ നമുക്കവർ രസമാണ്, നമുക്കവർ തമാശയാണ്, നമുക്കവർ കളിയാണ്. പക്ഷേ അവരുടെ കൂടെ എത്ര മലക്കുകളാണ്. ഖുർആൻ പഠിക്കുന്ന ചെറിയ മക്കൾ ഖുർആൻ പഠിക്കുന്ന മക്കൾ മലക്കുകൾ അവരുടെ കൂടെയുണ്ട്. മദ്രസകൾ, എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ കുട്ടികളെ കൃത്യമായി നിങ്ങൾ മദ്രസയിൽ എത്തിക്കണം. പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പഠനത്തിന് താല്പര്യമുള്ളവരാകണം. എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ചെറിയ മക്കൾ അവർക്ക് വലിയ ബഹുമാനമുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നവർക്ക് ആവരണം ചെയ്യുന്നുണ്ട്. ഇവിടെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക്, ഇൽമു പഠിക്കുന്ന മക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പഴയ കാലത്ത് മലപ്പുറം ജില്ലയിലൊക്കെ ധാരാളം മുതഅല്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ മുതഅല്ലിമീങ്ങൾ ചുരുങ്ങിപ്പോയി, ഇൽമു പഠിക്കുന്നവർ ചുരുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, ദുനിയാവിലേക്കുള്ള മോഹം കാരണത്താൽ ഇൽമു പഠിക്കുന്ന ആളുകൾ ചുരുങ്ങിപ്പോയി. ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയട്ടെ, നമ്മുടെ മക്കളെ ഇൽമു പഠിപ്പിച്ച് ആലിമീങ്ങളാക്കാൻ നോക്കണം. ഭാവിയിൽ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. അതിന് നമ്മൾ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ ധാരാളം വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് ചെറിയ ഭാഗ്യമല്ല. ഒരു മകൻ ആലിമായി തീരുക എന്ന് പറയുന്നത് അത് ചെറിയ ഭാഗ്യമല്ല. അല്ലാഹുവേ, എന്നെ ദർസിൽ പറഞ്ഞേച്ച എന്റെ ബാപ്പ പണ്ഡിതനല്ല. ഞാനൊരു പണ്ഡിത കുടുംബത്തിൽ ജനിച്ചവരുമല്ല. പക്ഷേ എന്റെ ബാപ്പ എന്നെ ദർസിൽ പറഞ്ഞതിനാൽ എനിക്ക് ആലിമീങ്ങളെ പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. ആലിമീങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. മുഅ്മിനീങ്ങളുടെ ദുആ നടത്തുന്ന പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. എന്റെ ബാപ്പയുടെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനേ. അതുപോലെ ഞങ്ങളെ പോറ്റിവളർത്തി ഞങ്ങൾ ഉമ്മവാപ്പമാ അവരിൽ ആര് ജീവിച്ചിരിക്കുണ്ടോ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. മരിച്ചുപോയവരുടെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, മുതഅല്ലിമീങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൽമു പഠിക്കുന്ന ധാരാളം മുതഅല്ലിമീങ്ങൾ നമ്മുടെ നാടുകളിൽ വളർന്നു വരണം. ഒരിക്കലും തന്നെ ഭയപ്പെടേണ്ടതില്ല. മഈസത്ത് കഴിക്കുന്നവൻ അള്ളയാണ്, നിഅമത്ത് തരുന്നവൻ അള്ളയാണ്. അല്പവും പേടിക്കേണ്ടതില്ല. റബ്ബിന്റെ നീ തവക്കുലാക്കി എഴുതിക്കുന്ന മുതഅല്ലിമീങ്ങളെ നിങ്ങളെക്കാൾ ബഹുമാനമുള്ള ഒരു കക്ഷികൾ അള്ള ദുനിയാവിൽ പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്, നിങ്ങൾ പഠിക്കുന്ന അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവാണ്, നിങ്ങൾ പഠിക്കുന്ന ഏറ്റവും മുന്തിയ ഇൽമാണ്. ഒരു ഡോക്ടർ പഠിക്കുന്നതിൽ മലത്തെക്കുറിച്ചും മൂത്രത്തെക്കുറിച്ചും രക്തത്തെക്കുറിച്ചും ഞരമ്പിനെക്കുറിച്ചും നെല്ലിനെ കുറിച്ചുമാണ്. നിങ്ങൾ പഠിക്കുന്നതിൽ സ്വന്തങ്ങളെ കുറിച്ചാണ്.
നിങ്ങൾ പഠിക്കുന്ന ഖുർആനിനെ കുറിച്ചാണ്, നിങ്ങൾ പഠിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ കുറിച്ചാണ്, നിങ്ങൾ പഠിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചാണ്, അല്ലാഹുവിന്റെ മലക്കുകളെ കുറിച്ചാണ്. നിങ്ങൾ പഠിക്കുന്ന ഇൽമെവിടെ? ഡോക്ടറുടെ ഇൽമെവിടെ? നിങ്ങൾ പഠിക്കുന്ന ഇൽമെവിടെ? എഞ്ചിനീയറുടെ ഇൽമെവിടെ? അതുകൊണ്ട് എഞ്ചിനീയർ വേണ്ടെന്നല്ല, ഡോക്ടർ വേണ്ടെന്നല്ല, അതൊക്കെ സമുദായത്തിൽ വേണം. പക്ഷെ ഏറ്റവും മുന്തിയ ഇൽമ് അത് അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമാണ് കേട്ടോ. അതിനോട് കടപിടിക്കാൻ ഇവിടെ ഒന്നുമില്ല. ഈ ബോധം നിങ്ങൾക്കുണ്ടാകണം, രക്ഷിതാക്കൾക്കുണ്ടാകണം. ഇതിന് വലിയ പവറുള്ളതാണ്. ഇപ്പോൾ അതിലേക്ക് കടന്ന് ഞാൻ സംസാരിക്കുന്നില്ല. റമദാൻ കഴിഞ്ഞ് ദർസുകളും കോളേജുകളും മദ്രസകളും ആരംഭിക്കുന്ന സമയമായതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നാഫിയായ ഇൽമിനെ നിങ്ങൾക്ക് നീ എത്തിത്തരണം റഹ്മാനേ. തെറ്റ് ചെയ്യാത്ത നാമ കൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്തിന്റെ ചോദ്യം, നബിയേ, തെറ്റൊന്നും ചെയ്യാത്തൊരു നാവ് എവിടുന്ന് കിട്ടും ഞങ്ങൾക്ക്? സുബ്ഹാനല്ലാഹ്, അമ്പിയാക്കൾ ഉണ്ടായിരിക്കാം, എങ്ങനെ കിട്ടും നിങ്ങൾക്ക് തെറ്റ് ചെയ്യാത്ത നാവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്റെ നാവ് കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ നാവ് കൊണ്ട് ഞാനും തെറ്റ് ചെയ്തിട്ടില്ല. ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിങ്ങൾ ഉമ്മമാരെ നിങ്ങൾ ദുആ ചെയ്യണം, കാരണവന്മാരെ, മുഅ്മിനീങ്ങളെ, ഉസ്താദുമാരെ, മുഅല്ലിമീങ്ങളെ ദുആ ചെയ്യണം. നിങ്ങളുടെ നാവ് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ എന്റെ നാവ് കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഓരോരുത്തരും പരസ്പരം ദുആ ചെയ്താൽ അത് തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് ദുആ കിട്ടുമെന്ന് നടത്തമെന്ന് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുകയാണ്. കൂട്ടായ പ്രാർത്ഥനയ്ക്ക് വലിയ പവറാണ്. കൂട്ടുപ്രാർത്ഥന നടത്തി ആമീൻ പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്. ഈ പാവപ്പെട്ട ഞാൻ ദുആക്കുത്തരം ലഭിക്കാത്തവരായിരിക്കാം, ഈ സദസ്സിൽ ദുആക്കുത്തരം കിട്ടുന്ന ഒരുപാട് നല്ല ഉമ്മമാരുണ്ടാകാം, കാരണവന്മാരുണ്ടാകാം, ആലിമീങ്ങളുണ്ടാകാം, മുതഅല്ലിമീങ്ങളുണ്ടാകാം. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ബുലൂഗാകാത്ത ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്യാത്ത ചെറിയ മക്കളുണ്ട്. അവരുടെ ചെറിയ വിരലുകളും കൈകളും എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന നിന്റെ മുമ്പിലേക്ക് ആ ചെറിയ മക്കളും അവരെ ചെറിയ കൈ ഉയർത്തുന്നുണ്ട്. ആ കൈയിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം തരണം റഹ്മാനേ. ഞങ്ങളുടെ സദസ്സുകൾ നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. സഹോദരന്മാരെ, ആരും ധൈര്യപ്പെടരുത്. ധൈര്യപ്പെടാൻ വകുപ്പില്ല, ധൈര്യപ്പെടാൻ വകുപ്പില്ല. ഞാൻ പറയുന്നു, ധൈര്യത്തോടെ ഒരു കാര്യം ഞാൻ പറയും. അതെന്താണ്? 10-30 കൊല്ലമായി പ്രസംഗിക്കുന്നു. ജീവിതത്തിൽ ഇന്നുവരെ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുമ്പോൾ ഹഖാണെന്ന് ബോധ്യപ്പെട്ട ആശയത്തിലേക്ക് മാത്രമേ ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളൂ. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ മാത്രമേ ജീവിതത്തിൽ എതിർത്തിട്ടുള്ളൂ. അത് എന്ത് പുത്തൻവാദിയാണെങ്കിലും ശരി, ഏത് കള്ളത്തരീകത്താണെങ്കിലും ശരി, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ മാത്രമേ എതിർത്തിട്ടുള്ളൂ. ശരിയാണെന്ന് ബോധ്യപ്പെട്ടതേ ദീനിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹുവിന്റെ ദീനിനെ അട്ടിമറിക്കാൻ പോയിട്ടില്ല. അല്ലാഹുവേ, നിന്റെ ദീനിനെതിരെ നിന്റെ ദീൻ അട്ടിമറിക്കാൻ ഞങ്ങൾ ആരുമില്ല, ഒരിക്കലുമില്ല. കൂട്ടത്തിൽ ഞങ്ങളെ നീ ഒരിക്കലും ഉൾപ്പെടുത്തുകയും ചെയ്യരുത്. പക്ഷേ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഞങ്ങൾ അമ്പിയാക്കളല്ല, മലക്കുകളല്ല. നീ ഹറാമാക്കിയതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ, നീ കറാഹത്താക്കിയതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ, നീ ഉജൂബാക്കിയതോ സുന്നത്താക്കിയതോ ഒന്നും ഒഴിച്ചിട്ടില്ലെന്ന് പറയാൻ ഒരു ധൈര്യവും ഈ പാവപ്പെട്ടവരില്ല. ഇവിടെ വന്നപ്പോൾ ഹാരികളും പ്രവർത്തകന്മാരും വയറു പറയണമെന്ന് പറഞ്ഞു. വയറു പറയാനുള്ള യോഗ്യതയും അർഹതയും ഇല്ല. ഞങ്ങളൊക്കെയും പാപികളാണ് റഹ്മാനേ. ഞങ്ങൾക്ക് നിന്റെ ഒരു ധൈര്യത്തോടെ ഞങ്ങളൊരു തെറ്റും ചെയ്തില്ലെന്ന് പറയാൻ ഒരു ധൈര്യവുമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനേ. നീ മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ബാക്കിയുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ.
ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് അങ്ങേയറ്റത്തെ വിശ്വാസത്തോടെ റബ്ബാകുന്ന നീ കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ സിറാജുഹുദയിലേക്ക് ശരീരത്തിൽ ആകമാനമുള്ള സ്വർണം അഴിച്ചു കൊടുത്തേച്ച സഹോദരിയുണ്ട് അല്ലാ, നേർച്ചകൾ തന്നവരുണ്ട് അല്ലാ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേർച്ചകളും സദസ്സുകളും പറഞ്ഞവരുണ്ട് അല്ലാ. ഈ സംരംഭത്തിന് വേണ്ടി അധ്വാനിച്ചവരും പ്രവർത്തിച്ചവരും സഹായിച്ചവരും സഹായിക്കുന്നവരും പലരും കൊണ്ട് നിനക്കറിയാം. മഹാനായ ഉസ്താദവറുകൾ അവരെ സ്മരണക്കറി നടത്തി പരിപാടിയിൽ കൂടെ മഴയത്തും വന്നെത്തിച്ചേർന്ന മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരുടെയും പലരുടെ ഉദ്ദേശം നിനക്കറിയാം. നീത് വീട്ടിൽ തരണം റഹ്മാനേ. ഞങ്ങളുടെ പ്രശ്നം നിനക്കറിയാം. നീത് പരിഹരിച്ചു തരണം റഹ്മാനേ. ഞങ്ങളെ സദസ്സുകൾ നീ ദുആ ഇജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട സദസ്സാക്കണം റഹ്മാനേ.